Good evening, everyone. Good evening. Well, we're going to continue our journey. I sometimes call it journeying backwards with Jesus. പഴയമത്തിലൂടെയുള്ള യാത്രയാണ്. പക്ഷേ ആ പഴയമത്തിലൂടെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ പുതിയ നിയമം കണ്ട നമുക്ക് പഴയമത്തിലൂടെ പോകുമ്പോൾ പഴയ നിയമ എഴുത്തുകാർ കാണാത്ത പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞാൽ എന്തുവാന്ന് പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ പതുക്കെ പഴയ നിയമത്തിലോട്ട് പോവുക. അപ്പോൾ പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും കണ്ട നമുക്ക് പഴയ നിയമം വായിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാണ്. ഇത് ഇന്നതായിരുന്നു അല്ലേ. അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് മത്തായി സുവിശേഷത്തിലാണ്. എന്നുള്ള വചനം നിവൃത്തിയായി ദൈവം നമ്മോടുകൂടെ നടത്തുള്ള ഇമ്മാനുവേൽ നോക്കിക്കേ. അപ്പം യേശുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും കണ്ടതിന് ശേഷമാണ് മത്തായി സുവിശേഷം എഴുതുന്നത്. അപ്പോൾ ഇന്നതായിരുന്നു അല്ലേ പഴയ നിയമത്തിൽ പറഞ്ഞത്, ഇത് ഇന്നതിൻ്റെ നിഴലായിരുന്നു അല്ലേ. മനസ്സിലാവുന്നു എന്നൊക്കെ ഞാൻ പറയുന്നത്? ഓക്കെ. അപ്പോൾ നമ്മൾ പുതിയ നിയമത്തിൽ നിന്നാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, പഴയ നിയമത്തിലോട്ട് പോകുന്നത്. യെസ്. Okay. Yes. When we finished this morning, we were talking about the time of Jesus' death and burial. രാവിലെ നമ്മൾ പറഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചത്. Let's look at a few other things from that time in his life. യേശു ക്രിസ്തുവിൻ്റെ ജീവിത കാലയളവിൽ തന്നെ നടന്ന മറ്റു ചില കാര്യങ്ങളും കൂടെ നമ്മളിപ്പോൾ നോക്കാൻ പോവുക. We can begin in Luke chapter 22. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക്. Jesus knows that the time of his death is coming as we read this story. ആ ഭാഗം വായിക്കുമ്പോൾ തൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്ന് യേശുവിന് ബോധ്യമായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And he gathers with his disciples to eat the meal that they would call the Passover meal. അതനുസരിച്ച് തൻ്റെ ശിഷ്യന്മാരെയൊക്കെ അടുക്ക വിളിച്ചിട്ട് കർത്താവ് പെസഹ ആചരിക്കാൻ പോവുക. ഇപ്പം let's read in chapter 22. We'll start at verse 3. 22-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. എന്നാൽ പന്തിരുവരുടെ കൂട്ടത്തിലുള്ള ഇസ്കരിയോത്ത യൂദായിൽ സാത്താൻ കടന്നു. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാം എന്ന് പറഞ്ഞൊത്തു. അവൻ വാക്ക് കൊടുത്തു. പുരുഷാരം ഇല്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുക്കുവാൻ തക്കം അന്വേഷിച്ച് പോന്നു. So we see that Judas is being influenced by Satan. നോക്കുക, ഇവിടെ നാം വായിക്കുന്നു യൂദ പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ടവനായിട്ട് ഇസ്കരിയോത്ത യൂദായിൽ സാത്താൻ കടന്നു എന്ന് നമ്മൾ വായിക്കുക. But notice what Judas agrees to do. എന്നിട്ട് യൂദ എന്ത് ചെയ്യാനാണ് അവിടെ ഒരുങ്ങുന്നത് എന്നിവിടെ പ്രതിപാദിക്കുന്നുണ്ട്. The religious leaders will give him some silver. മത നേതാക്കന്മാർ യൂദയോട് പറഞ്ഞു, ഞങ്ങൾ പണം തന്നേക്കാം. And he will find an opportunity to bring Jesus to them. അതായത് അങ്ങനെ അതിന് പ്രതിഫലമായിട്ട് നീ ഒരു കാര്യം ചെയ്യണം, യേശുവിനെ എന്ത് ചെയ്യണം, ഞങ്ങളുടെ അടുക്കിലോട്ട് പതുക്കെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ആരും കാണാത്ത അവസരം നോക്കിയിട്ട് യേശുവിനെ ഞങ്ങൾക്ക് എന്ത് ചെയ്ത് തരണം, ഒറ്റി തരണം. Do you know of somebody else who was traded for silver? വേദപുസ്തകത്തിൽ ഇതുപോലൊരാളെ വെള്ളിക്കാശിന് വേണ്ടി അല്ലെങ്കിൽ വിറ്റുകളഞ്ഞ ഒരു സംഭവം നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. Joseph in the Old Testament, right? പഴയ നിയമത്തിലെ ജോസഫ് യേശു ക്രിസ്തുവിനൊരു നിഴലായിട്ട് നിൽക്കുകയാണ് ഇവിടെ. So we have the story of Joseph is telling us again the story of Jesus. നോക്കുക, അപ്പോൾ ജോസഫിൻ്റെ ജീവിതം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ ജീവിതവുമായിട്ടുള്ള ഒത്തിരി സാമ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അഥവാ പഴയ നിയമത്തിലെ ജോസഫ് യേശുവിന് നിഴലായിട്ട് നിലകൊള്ളുന്നു. Joseph is sold by his brothers. സ്വന്തം സഹോദരന്മാരാൽ ജോസഫ് എന്ത് ചെയ്യുന്നു, വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത്. Jesus is sold by one of those closest to him. യേശുവും താൻ സ്വന്തം സഹോദരന്മാരെ പോലെ സ്നേഹിച്ച ശിഷ്യന്മാരാൽ ഒറ്റിക്കൊടുക്കപ്പെടുകയാണ്. Once again, it's Jesus in the Old Testament. ജോസഫ് യേശുവിന് പ്രതീകാത്മകമായിട്ട് അല്ലെങ്കിൽ നിഴലായിട്ട് പഴയ നിയമത്തിൽ നിലകൊള്ളുന്നു. Let's go back a little bit further in the book of Genesis. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു വരാം. ജോസഫിന്റെ ചരിത്രം നമ്മൾ അവിടെ ആണല്ലോ കാണുന്നത്. Chapter 15. 15-ാം അധ്യായം. Still talking about the time of Jesus' death. നോക്കുക, അവിടെ നമ്മൾ
യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെയുള്ള ബന്ധത്തിലാണ് ഇപ്പം നമ്മൾ ജോസഫിൻ്റെ ജീവിതത്തെ കാണാൻ പോകുന്നത്. In this part of Genesis, God is speaking with Abraham. 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുക. And God is promising Abraham that he will receive the promised land, or his descendants will receive the promised land. അബ്രഹാമിനോട് ദൈവം പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് അതിമഹത്തായ പരിചയവും നിൻ്റെ പ്രതിഫലവും ആകുന്നു. നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവർ തന്നെ നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശിയായി തീരും എന്ന് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. Now Abraham needs some help to believe. അത് വിശ്വസിക്കാനായിട്ട് അബ്രഹാമിന് പ്രയാസം തോന്നുക ഇപ്പോഴ്. How about you? Do you ever need help to believe? ഞാൻ ചോദിക്കട്ടെ, ദൈവം ചില കാര്യങ്ങൾ നമ്മോട് പറയുമ്പോഴും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വേറൊരാളുടെയും കൂടെ ഒരു സഹായം, വേറൊരാളും കൂടെ നമ്മെ ആ കാര്യത്തിൽ സഹായിക്കണമെന്ന് തോന്നുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? You say, I have this problem. കർത്താവേ, വാക്തത്വമൊക്കെ ശരിയാ, പക്ഷേ ഇങ്ങനൊരു പ്രശ്നം എൻ്റെ മുമ്പിൽ നിൽക്കണ്ടല്ലോ. How am I going to solve this problem? അതെങ്ങനാ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാപിക്കാൻ പോകുന്നേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നടക്കാൻ പോകുന്ന ഈ പ്രശ്നം തീർന്നിട്ട് വേണ്ടേ നീ പറഞ്ഞ വാക്തത്വം എനിക്ക് ലഭിക്കാനായിട്ട്? We need God's help to believe. ഇവിടെ ഞാനൊരു കാര്യം പറയാം, നമുക്ക് വിശ്വസിക്കണമെങ്കിലും ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിലേ വിശ്വസിക്കാനായിട്ട് പറ്റത്തുള്ളൂ. So let's read what Abraham, or what God does to help Abraham believe. അതുകൊണ്ട് അബ്രഹാമിന് ദൈവം കൊടുത്ത വാക്തത്വം വിശ്വസിക്കത്തക്കവണ്ണം ദൈവം അബ്രഹാമിന് വേണ്ടി എന്തു ചെയ്തു എന്ന് നമുക്ക് നോക്കാം. Can you read from verse 8 to the end of the chapter? Of chapter 15? Of 15, yeah. 15-ാം അധ്യായത്തിൻ്റെ 8 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാമോ? കേട്ടോ, അബ്രഹാമിന് ദൈവം വാക്തത്വം കൊടുത്തപ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിക്കുക, ഈ വാക്തത്വം ഞാൻ പ്രാപിക്കൂ എന്നുള്ളതിൻ്റെ തെളിവെന്നാ, നീ എനിക്കിത് തരുമെന്നുള്ളതിൻ്റെ ഉറപ്പെന്നാ? വായിച്ചോ. This story might seem a bit strange to us so many years later. വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ സംഭവം വായിക്കുമ്പോൾ ഇതൊരു അപൂർവ രീതിയിലുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നിയേക്കാം. I wonder what's going on here. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. God promises land and the good things for his descendants. അബ്രഹാമിന് ദൈവം അതിമഹത്തായ പ്രതിഫലമാകുന്നു എന്ന് പറഞ്ഞിട്ട്, നീ കിടക്കുന്ന ഈ ദേശത്തെ ഞാൻ നിനക്ക് തരുമെന്നും ഞാൻ അനേക നന്മകൾക്ക് നിന്നെ പാത്രീഭൂതനാക്കും എന്നും അരുളി ചെയ്തിട്ട് പിന്നെ ഈ നടക്കുന്ന കാര്യം എന്തുവാന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. Abraham needs help to believe. ദൈവം പറഞ്ഞ ആ വാക്തത്വത്തെ വിശ്വസിക്കുവാൻ അബ്രഹാമിന് കഴിയുന്നില്ല. അതുകൊണ്ട് അത് വിശ്വസിക്കത്തക്കവണ്ണം ദൈവം അവന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുക. So when we read about Abraham gathering the animals, ഇവിടെ ഇതാ അബ്രഹാം യാഗത്തിനായി ചില മൃഗങ്ങളെ ശേഖരിക്കുന്നു. what is happening? എന്താണ് അവിടെ സംഭവിക്കുന്നത്? What's happening? Somebody know? എന്താ അവിടെ നടന്നതെന്ന് മനസ്സിലായോ നമുക്ക്? എന്തോതിനെയൊക്കെ ശേഖരിച്ച്? ഒരു പശുക്കിടാവിനെ, അല്ല 3 വയസ്സുള്ള ഒരു പശുക്കിടാവ്, 3 വയസ്സുള്ളൊരു കോലാട്, 3 വയസ്സുള്ളൊരു ആട്ടുകൊറ്റൻ, ഒരു കുറുപ്രാവ്, ഒരു പ്രാവൻ കുഞ്ഞ്, ഇത്രയും സാധനത്തെ കൊണ്ടുവരാനായിട്ട് ദൈവം തന്നെ അബ്രഹാമിനോട് പറയുന്നത്. We're talking again about covenant. കാരണം ദൈവം അബ്രഹാമുമായി ഇനി ഒരു ഉടമ്പടി ചെയ്യാൻ പോവുക. God is using this activity to show Abraham, you can trust what I'm saying. ശ്രദ്ധിക്കുക, ദൈവം എന്തിനാണ് ഈ ഉടമ്പടി ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അബ്രഹാമേ, ഞാൻ നിന്നോട് പറഞ്ഞ വാക്തത്വമുണ്ടല്ലോ, അതായത് ഞാൻ നിൻ്റെ പ്രതിഫലമാകുന്നു, ഞാൻ നിനക്ക് ഈ ദേശം നൽകിത്തരും, നിൻ്റെ സന്തതിക്ക് ഈ ദേശം നൽകിത്തരുമെന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാലിതാ ഒരു ഉടമ്പടിയിലൂടെ നിനക്കത് വിശ്വസിക്കാൻ കഴിയേണ്ടതിന് ഞാൻ നീയുമായിട്ടൊരു ഉടമ്പടിയിലേക്ക് പുറപ്പെടാൻ പോകുകയാണ്. I believe Abraham recognized what was happening because he went and got the animals. നോക്കുക, ഇതൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എന്തിനാന്ന് അബ്രഹാം ചോദിക്കുന്നില്ല. കാരണം അബ്രഹാമിന് അറിയാം ഒരു ഉടമ്പടി ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. But maybe he was thinking, God is going to make a covenant with me. അബ്രഹാം ഒരുപക്ഷെ ചിന്തിച്ചാൽ ദൈവം ഞാനുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ പോവുകയാണോ? If there is a covenant, like we said this morning, there must be faithfulness. നോക്കുക, ഒരു ഉടമ്പടി ഉണ്ടാക്കണമെങ്കിൽ വിശ്വസ്തന്മാരുമായിട്ട് മാത്രമേ ഉടമ്പടി ഉണ്ടാക്കാനായിട്ട് ഒക്കത്തുള്ളൂ. If you are not faithful to the covenant, it is broken and it ends. നോക്കുക, ഉടമ്പടി ചെയ്ത ആ ഉടമ്പടിയിൽ നാം വിശ്വസ്തരല്ല എങ്കിൽ
ആ ഉടമ്പടി ലാപ്സായിട്ട് പോകും, ഉടമ്പടി പ്രയോജനമില്ലാത്തതായി തീരും, ക്യാൻസലായി പോകും. Maybe Abraham is wondering, I don't know if this is a good idea. അബ്രഹാം ഒരുപക്ഷെ ചിന്തിച്ച് കാണും, ദൈവവും ഞാനുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം എനിക്ക് വിശ്വസ്തനായിരിക്കാൻ കഴിയും എന്നെനിക്കറിയത്തില്ല. God will never fail. ദൈവം ഒരിക്കലും അവിശ്വസ്തത കാണിക്കത്തില്ല. But Abraham might wonder, maybe I will. ഒരുപക്ഷെ എനിക്ക് അതുപോലെ വിശ്വസ്തത കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ദൈവത്തോട്. But he gets the animals. എന്തായാലും അബ്രഹാം ഈ മൃഗങ്ങളെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. And he cuts the animals like God told him to. ദൈവനോട് പറഞ്ഞതുപോലെ തന്നെ മൃഗങ്ങളെ രണ്ടായിട്ട് പിളരുന്നു. And between the animals there would have been a path of blood. നോക്കുക, ആ രണ്ട് മൃഗങ്ങളെ ആ മൃഗങ്ങളെ യാഗമർപ്പിച്ചതിന്റെ രക്തവും അവിടെ തളം കെട്ടി കിടപ്പുണ്ട്. And when the promises of the covenant were going to be made, നോക്കുക, ഈ ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ usually the two participants in the covenant would pass through the blood together. നോക്കുക, ഈ ഉടമ്പടി ചെയ്യുന്ന രണ്ടുപേരും ഈ രക്തത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. And as they pass through the blood, they are saying to each other, I promise to be faithful. ആ രക്തത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർ തമ്മിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ഉടമ്പടിയിൽ വിശ്വസ്തനായിരിക്കും. So Abraham prepares the animals. ഇവിടെ ഇതാ അബ്രഹാം യാഗമൃഗങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. He seems to understand what's happening. എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് അബ്രഹാമിന് നല്ലതുപോലെ അറിയാം. കാരണം അക്കാലത്തെ ഉടമ്പടികൾ അബ്രഹാമിന് നല്ലപോലെ അറിയാവുന്നതാണ്. Then something strange happened. എന്നാൽ അവിടെ ഇതാ തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യം സംഭവിക്കുന്നു. What happened to Abraham? എന്താണ് അബ്രഹാമിന് സംഭവിച്ചത്? അബ്രഹാം ഉറങ്ങിപ്പോയി. He went to sleep. അബ്രഹാം ഉറങ്ങിപ്പോയി. Did we read that in the Bible? ഉണ്ടോ? വേറെ സ്ഥലം ഉണ്ടോ അങ്ങനെ? ഉണ്ട്. ഗാഠനിദ്ര വന്നു എന്നാ. ഇതുപോലെ വേറൊരുത്തരാൾക്ക് ഗാഠനിദ്ര വന്ന ആർക്കാന്നറിയാലോ നമുക്ക്. He went to sleep. അബ്രഹാം ഉറങ്ങിപ്പോയി. And I don't know how it happened, but God caused him to sleep, but he could also see what was happening while he was asleep. നോക്കുക, അബ്രഹാം ഉറങ്ങിക്കിടക്കുക, ഇപ്പോഴ് ഗാഠനിദ്രയിലായിരിക്കുക. പക്ഷേ ഇവിടെ ഉടമ്പടി നടന്നുകൊണ്ടിരിക്കുക. ഈ ഉടമ്പടി നടക്കുമ്പോൾ അബ്രഹാം ഗാഠനിദ്രയിലാണെങ്കിലും അബ്രഹാമിനത് കാണാൻ കഴിയുമായിരുന്നു. Maybe Abraham is expecting to pass through the blood. അബ്രഹാമും ഇതിലൂടെ യാത്ര ചെയ്യേണ്ടതാ. God says no. പക്ഷേ ദൈവം അബ്രഹാമിനെ അതിനെ അനുവദിക്കുന്നില്ല. If you pass through the blood, Abraham, you are responsible for the covenant. നോക്കുക, അബ്രഹാമെ, നീ ഈ യാഗരക്തത്തിലൂടെ നീ നടന്നു പോവുകയാണെങ്കിൽ ഈ ഉടമ്പടിയിൽ നീ വിശ്വസ്തനായിരിക്കാൻ ബാധ്യസ്ഥനാ. That will not work, Abraham. അത് നിന്നെ കൊണ്ട് പറ്റില്ല. That will not work. അത് നിന്നെ കൊണ്ട് ഒക്കത്തില്ല. But instead, what did we read? അതിന് പകരം എന്താ ഇവിടെ സംഭവിക്കുന്നേ? Can you read verse 17 again? 17 വാക്യം ഒന്നുകൂടെ വായിക്കാമോ? Two, I don't know if we call them things or items. Two items appear in Abraham's sight. നോക്കുക, അബ്രഹാം ഗാഠത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ അബ്രഹാമിന് കാണാം. And they pass through the blood as God is promising to Abraham. നോക്കുക, അത് രണ്ടും എന്തുവാണെന്നറിയാമോ? പുകയുന്ന ഒരു തീച്ചൂള, ജ്വലിക്കുന്ന ഒരു പന്തം. അബ്രഹാം ഗാഠനിദ്രയിലാ. ആ ഗാഠനിദ്രയിൽ അബ്രഹാം കാണുന്നത് ഇതാ കാണുന്നത്. Abraham, go ahead. Yeah. Abraham will benefit from the covenant. ഇതാ ഈ ഉടമ്പടിയിൽ നിന്ന് അബ്രഹാമിന് അനുഗ്രഹം ലഭിക്കാൻ പോവുക. But the covenant does not depend on his faithfulness. നോക്കുക, ഇവിടെ അബ്രഹാം ഉറങ്ങിക്കിടക്കുക. അബ്രഹാം അല്ല ഇവിടെ ഒരു ഉടമ്പടി ചെയ്യുന്നത്. ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുക ചെയ്യുന്നത്. Amen. I saw Jesus in this story. ഇവിടെ ഞാൻ യേശുവിന്റെ ഒരു പ്രതിബിംബമായി ഇവിടെ കാണുന്നത്. We talked a little bit about this morning. ഇന്ന് രാവിലെ നമ്മൾ അതിനെക്കുറിച്ച് അല്പം സംസാരിച്ചു. When Jesus died on the cross, യേശു ക്രൂശിൽ മരിച്ചപ്പോൾ God was present in Jesus. യേശുവിന്റെ ആ മരണത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. And humanity was present in Jesus. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വവും ആ ക്രൂശ് മരണത്തിൽ ഉണ്ടായിരുന്നു. And when he was crucified, അവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ
God is in the blood. ആ രക്തത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. Humanity is in the blood. യേശുവിന്റെ മനുഷ്യത്വവും അതിനകത്തൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. It's all there in Jesus. യേശുവിൽ നമുക്ക് അതെല്ലാം കാണാൻ സാധിക്കുന്നു. God is faithful in Jesus. ദൈവം വിശ്വസ്തനായി യേശുവിൽ വെളിപ്പെടുകയാണ്. Humanity is faithful in Jesus. യേശുവിന്റെ മനുഷ്യത്വവും പൂർണ്ണമായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. The covenant will not be broken. അതുകൊണ്ട് ഈ ഉടമ്പടിക്ക് നീക്കം വരാൻ പാടില്ല. Because the covenant is Jesus. കാരണം യേശുവാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. Amen. ആമേൻ. Amen. I think I am like Abraham. ഞാൻ അബ്രഹാമിനെ പോലെയാ. If faithfulness was up to me, വിശ്വസ്തതയിൽ മാത്രമേ ദൈവം ഈ ഉടമ്പടി പാലിക്കുമായിരുന്നുള്ളൂ എങ്കിൽ that would be a problem for the covenant. ഒരു കാരണവശാലും എനിക്ക് ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഞാൻ യോഗ്യനായി തീരത്തില്ല. But no problem for Jesus. എന്നാൽ എനിക്ക് ഗാഢനിദ്ര വരുത്തിയിട്ട് God says, ദൈവം ഈ ഉടമ്പടി എനിക്ക് വേണ്ടി ചെയ്യുകയാണ് ചെയ്യുന്നത്. God says to Abraham, you will benefit from the covenant. എന്നിട്ട് അബ്രഹാമിനോട് പറയുന്നു, ഈ ഉടമ്പടിയിലൂടെ നീയും നിന്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. But you cannot break the covenant. ഈ ഉടമ്പടിയെ നിനക്ക് തെറ്റിക്കുവാൻ അനുവാദമില്ല. That's what God says to you in Jesus. യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മോടും പറയുന്നത് അത് തന്നെയാണ്. Amen. Is that okay for you? That's Jesus in the Old Testament. വല്ല പിടിയും കിട്ടിയോ? അബ്രഹാമിൻ്റെ വിശ്വസ്തയോടുള്ള ബന്ധത്തിലല്ല ഈ അനുഗ്രഹങ്ങൾ അബ്രഹാമിന് കിട്ടുന്നത്. ഈ ഉടമ്പടി ചെയ്യുമ്പോഴും അബ്രഹാം എന്തുവാ? ഗാഢനിദ്രയില്ല. ദൈവമാണ് അബ്രഹാമിനോട് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതിൽ ദൈവം വിശ്വസ്തനായിരിക്കും. അതുകൊണ്ട് ഒരു വാക്യം പറയുന്നത്, നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി തന്നെ പാർക്കുന്നു. നമ്മുടെ വിശ്വസ്തതയിലല്ല നാം അനുഭവിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ ഒന്നും തന്നെ. അത് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നാം ആ അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ പാത്രീഭൂതരായിട്ട് ജീവിക്കുന്നത്. യെസ്. Sometimes we wonder, am I good enough for God? ചിലപ്പോഴെല്ലാം നമ്മൾ അത്ഭുതപ്പെടും, ഈ അനുഗ്രഹം പ്രാപിക്കത്തക്കവണ്ണം ഞാൻ യോഗ്യനാണോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതിനുള്ള യോഗ്യതയുണ്ടോ? Sometimes we make a mistake in our words or our actions. ചിലപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ എല്ലാം പരാജയങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട്. അപ്പം നമ്മൾ തന്നെ പറയും, അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും തോൽവികളും പരാജയങ്ങളും വന്നതുകൊണ്ട് എനിക്ക് ഈ അനുഗ്രഹങ്ങൾക്കൊന്നും യാതൊരു യോഗ്യതയും എനിക്കില്ല. ഞാനൊരു കാര്യം പറയാം, നിൻ്റെ യോഗ്യത നോക്കിയിട്ടല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തുവിലൂടെയാണ് നിനക്കുള്ള സകല അനുഗ്രഹങ്ങളും ദൈവം തരുന്നത്. Maybe we sometimes say, I cannot pray today. പറയാ, നമ്മൾ വിചാരിക്കുക, ഇന്നും 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞതാ, അപ്പോൾ ഇന്ന് 2 മണിക്കൂർ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇന്നത്തെ അനുഗ്രഹമൊക്കെ എൻ്റെ പോയി. കാര്യം എന്താ? God will not hear me today because of what I've done. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം, ഇന്നത്തെ എൻ്റെ അനുഗ്രഹമെല്ലാം എന്ത് ചെയ്യും? ക്യാൻസലായിപ്പോയി. അങ്ങനെയാണോ? ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അതെല്ലാം യേശു ക്രിസ്തുവിലൂടെ മാത്രം നമുക്ക് ലഭിച്ചതാ. But we don't pray in our own name. നമ്മുടെ സ്വന്തം നാമം, നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് എങ്ങനെ? യേശുവിൻ്റെ നാമത്തിൽ. We pray in the name of Jesus. എല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് എങ്ങനെ? യേശുവിൻ്റെ നാമത്തിൽ. പിന്നെന്തോ നമ്മുടെ പേരങ്ങ് ഉപയോഗിച്ചാൽ പോരെ? When we say, Father, in the name of Jesus, പിതാവേ യേശുവിൻ്റെ നാമത്തിൽ, what are we saying? എന്തോ നമ്മൾ പറയുന്നേ? When we end our prayer by saying, in Jesus' name. പ്രാർത്ഥനയുടെ അവസാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? We are saying, God, I am not coming to you based on me. ദൈവമേ, ഞാൻ ചെയ്ത നീതി പ്രവൃത്തികൾ നിമിത്തമല്ല ഞാൻ ഈ കാര്യങ്ങൾ നിന്നോട് ചോദിക്കുന്നത്. I'm coming to you based on Jesus and what he has done. യേശു എനിക്ക് വേണ്ടി ചെയ്ത ആ പ്രവൃത്തിയുടെ വെളിച്ചത്തിൽ മാത്രമാ ഞാൻ നിന്റെ അടുക്കൽ ഈ വിഷയവുമായിട്ട് വരുന്നത്. Does Jesus ever fail? യേശു എപ്പോഴെങ്കിലും പരാജിതനായി തീർന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. Does God ever look at Jesus and say, you are not good enough today? എപ്പോഴെങ്കിലും പിതാവായ ദൈവം യേശുവിനെ നോക്കി പറഞ്ഞിട്ട്, നീ ഇന്ന് ആകെ പെസകാണല്ലേ, ഇന്ന് എൻ്റെ ഹിതപ്രകാരമൊന്നും ജീവിച്ചില്ലല്ലേ, നീ എത്ര ഇന്ന് പോരായിരുന്നു അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കലുമില്ല. No, Jesus says, the Father and me, we are one. യേശു ഒരിക്കൽ പറഞ്ഞു, ഞാനും എൻ്റെ പിതാവും
ഒന്നാന്നാ പറഞ്ഞു. We are always together. ഞങ്ങൾ എല്ലായ്പ്പോഴും ഒന്നാ. We are always agreeing. ഞങ്ങളെല്ലാവരും ഒരേ സമാന ചിന്തകളുള്ളവരാ. And so he says to you and to me, use my name. എന്നിട്ട് യേശു നമ്മോട് പറയുന്നതുവാ, നിങ്ങൾ എൻ്റേതാ, നിങ്ങൾ എൻ്റേതാ. My faithfulness counts for you. എൻ്റെ വിശ്വസ്തത നിനക്ക് നീതിയായിട്ട് കണക്കിടാൻ പോവുക. ഞാൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട്, ഞാൻ പിതാവിനെ അനുസരിച്ചതുകൊണ്ട് എൻ്റെ ആ വിശ്വസ്തത നിനക്ക് നീതിയായിട്ട് കണക്കിട്ട് ആ വിശ്വസ്തത നീ അനുഭവിക്കാൻ പോവുക. My righteousness counts for you. എൻ്റെ നീതി നിന്റെ നീതിയായിട്ട് എണ്ണപ്പെടുകയാണ്. My holiness counts for you. എൻ്റെ വിശുദ്ധി നിന്റെ വിശുദ്ധിയായിട്ട് എണ്ണപ്പെടുകയാണ്. So we're a little bit like Abraham sleeping on the sand. നോക്കുക, ഈ ഇത് നടക്കുമ്പോഴെല്ലാം അബ്രഹാം എന്തുവാണെന്നറിയാമോ? ഗാഠനിദ്രയാ. We benefit from the covenant. നോക്കുക, ആ ഉടമ്പടിയിലൂടെ അബ്രഹാം അനുഗ്രഹം പ്രാപിച്ചതുപോലെ നാമും അനുഗ്രഹം പ്രാപിക്കുക ചെയ്യുന്നത്. But the covenant does not depend on us to continue. ഒരു കാര്യം പറഞ്ഞുതരാം, ഈ ഉടമ്പടി ഞാൻ ദൈവത്തോട് വിശ്വസ്തനായിരുന്നത് കൊണ്ട് ലഭിച്ചതല്ല, ദൈവത്തിന്റെ വിശ്വസ്തത മൂലം എനിക്ക് ലഭിച്ചതാ. But now maybe I wondered, then does what I do not matter? അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് എന്തും ചെയ്യാം, ഞാൻ ചെയ്യുന്നൊന്നും ദൈവം നോക്കത്തില്ല, എല്ലാം യേശു ക്രിസ്തുവിലൂടെ എന്നെ എന്ത് ചെയ്തിരിക്കുക, അങ്ങനെ എപ്പോഴും പൂർണ്ണനായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ എന്തോ കാണിച്ചാലും കുഴപ്പമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. I don't want to sin. അല്ലല്ല, ഞാൻ പാപം ചെയ്യാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? I don't want to live in a way that does not agree with God. ദൈവത്തിൻ്റെ വചനത്തിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഞാൻ ജീവിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? I want to live in agreement with God. ഞാൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരം തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അർഹതയില്ലാത്ത എനിക്ക് ഇത്രയും നന്മകൾ യേശു ക്രിസ്തുവിലൂടെ അവൻ എനിക്ക് ദാനമായി തന്നപ്പോൾ ഇനി എനിക്ക് എൻ്റെ സ്വന്തം വഴി കൂടെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. My words and actions are important. എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും വളരെ പ്രധാനപ്പെട്ടതാ. But not for God to accept me. അത് ദൈവം എന്നെ അംഗീകരിക്കുന്നതിനും എന്നെ സ്വീകരിക്കുന്നതിനും വേണ്ടിയല്ല. But my words and actions reveal that I know God does accept me. ദൈവം എന്നെ സ്വീകരിച്ചതിനാൽ ഞാൻ അവൻ്റെ പ്രമാണപ്രകാരം ജീവിക്കും. ദൈവം എന്നെ അംഗീകരിച്ചതിനാൽ ഞാൻ അതിന് തക്കവണ്ണം എന്ത് ചെയ്യുന്നു, ഞാൻ ജീവിക്കും. That my words and actions show that God is with me. എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും ഇനി വെളിപ്പെടുത്തേണ്ടത് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. Amen. 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 Let's continue talking a little bit about the cross. അടുത്തത് ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം. Can you picture the cross? ക്രൂശ് എങ്ങനെയാ, ക്രൂശിൻ്റെ രൂപം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ക്രൂശ്, The Israelite people are in Egypt back in the book of Genesis and Exodus. ഉൽപ്പത്തി പുസ്തകവും പുറപ്പാട് പുസ്തകവും നമ്മൾ വായിച്ചാൽ ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിലാണ് ഇപ്പോഴ്. God has heard their cry for deliverance. ദൈവം അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കേണ്ടതിന് വേണ്ടി, വിടുവിക്കേണ്ടതിന് വേണ്ടി ദൈവം പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. Moses and Aaron have spoken to Pharaoh about letting the people go. മോശയും അഹ്റോനും പല പ്രാവശ്യം വന്ന് ഫറവോനോട് പറഞ്ഞു, എൻ്റെ ജനത്തെ ആരാധിക്കാനായിട്ട് വിടണമെന്ന്. Do you remember the story? ആ സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. And God says to Moses, one night is coming. എന്നിട്ട് ദൈവം മോശയോട് പറഞ്ഞു, ഇതാ ഒരു രാത്രി വരുന്നു, I will pass over Egypt. ഞാൻ മിസ്രൈമിന്മേൽ സംഹാരദൂതനെ അയച്ച് മിസ്രൈമിനെ കടന്നു പോകുന്ന ഒരു രാത്രി വരാൻ പോവുക. And the firstborn child of every house in Egypt will die. മിസ്രൈമിനുടെ ആദ്യജാതന്മാരെ മുഴുവൻ ഞാൻ സംഹരിക്കാൻ പോകുകയാണ്. This is not a happy time. അത് ഒരു സന്തോഷകരമായ രാത്രി ആയിരുന്നില്ല. It's a sad time. വളരെ ദുഃഖകരമായ ഒരു രാത്രിയായിരുന്നു. But God says to Moses, ദൈവം മോശയോട് പറയുന്നു, tell the people of Israel to take some blood. ഇസ്രായേൽ ജനങ്ങളോട് നീ ഒരു കാര്യം പറയണം, ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് അതിൻ്റെ രക്തം അവർ കയ്യിലെടുക്കണം. Put it on the top of the door, കട്ടളക്കാലിന്മേലും കുറുമ്പടിന്മേലും, the sides of the door, കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും, and at the base of the door. ആ രക്തം എന്ത് ചെയ്യണം, പുരട്ടണം. Watch my hand. എൻ്റെ കൈ ശ്രദ്ധിച്ചാട്ടെ. If I go like this, ഞാൻ കട്ടളക്കാല് കുറുമ്പടികൾ അതിൻ്റെ രക്തം ഞാൻ തളിക്കുകയാണ്. what did you see? എന്താ അവിടെ കാണുന്നത്? നമുക്ക് ഒരു ക്രൂശിൻ്റെ രൂപം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. The cross. The cross of Jesus. യേശുവിൻ്റെ ക്രൂശിൻ്റെ ഒരു രൂപം. We found him again in the Old Testament. പഴയ നിയമത്തിൽ നമുക്കത് വീണ്ടും ദർശിക്കാം. The cross of Jesus and his blood being what delivers us from sin. ആ രക്തത്തെ പുരട്ടുന്നതും ആ രക്തവുമെല്ലാം യേശുവിൻ്റെ ക്രൂശ് മരണവുമായി ബന്ധപ്പെട്ടുള്ള
ഒരു നിഴലായി നമുക്ക് കാണാൻ സാധിക്കും. His death that gives us a chance to have new life. നോക്കുക, ആ രക്തമാണ് ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു പുതുജീവിതത്തിലേക്ക് പുതിയൊരു ജീവൻ പ്രാപിപ്പാൻ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു പുതുജീവിതത്തിലേക്ക് അവരെ നയിച്ചത് ആ രക്തമായിരുന്നു. One more item about the cross. ക്രൂശിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. In the book of Numbers, സംഖ്യാപുസ്തകത്തില്, I don't have the reference, but write down the book of Numbers. സംഖ്യാപുസ്തകത്തില്, And I'm going to invite you to read this story a little bit later. In the book of Numbers, you meet a man named Balaam. സംഖ്യാപുസ്തകത്തിൽ നിങ്ങൾക്ക് ബിലയാം എന്ന പേരുള്ള ഒരാളെ കാണാനായിട്ട് സാധിക്കും. And Balaam is brought by a king to curse the people of Israel. ഇസ്രായേൽ ജനങ്ങളെ ശപിക്കുവാൻ വേണ്ടി ഇവനെ കൊണ്ടുവന്നിരിക്കുകയാണ്. Do you remember this story? അതെവിടാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിലാണ്. Numbers 22. Oh, you have it there? Very good. Numbers 22. You did find it. So the king hires Balaam. ഇതാ രാജാവ് എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ ജനത്തെ ശപിക്കേണ്ടതിന് വേണ്ടി ബിലയാമിനെ വിളിച്ചു വരുത്തുക. To curse the nation of Israel. ഇസ്രായേൽ ജനങ്ങളെ ശപിക്കാനായിട്ട്. But what happens? എന്താ സംഭവിക്കുന്നത്? He tries to curse them. അവരെ ശപിക്കാനായിട്ട് വാ തുറക്കുമ്പോഴെല്ലാം ശാപത്തിന് പകരം അനുഗ്രഹം അവന്റെ വായി വരുന്നത്. But God caused blessing to come out of his mouth instead. നോക്കുക, ശപിക്കാനായിട്ടാണ് ഇവനെ വിളിച്ചു കൊണ്ടുവന്നത്. ശപിക്കാനായിട്ട് അവൻ വാ തുറക്കുമ്പോഴെല്ലാം വായിൽ നിന്ന് വരുന്നത് അനുഗ്രഹമാണ് അവന്റെ വായിൽ നിന്ന് പുറത്തു വരുന്നത്. And the king says, "What are you doing?" ഉടനെ രാജാവ് ചോദിച്ചു, നീ എന്തുവായി ചെയ്യുന്നത്? നിനക്ക് ഈ കാശും കൊടുത്ത് നിന്നെ കൊണ്ടുവന്നത് ശപിക്കാനല്ലേ, പക്ഷെ നീ ഇപ്പോൾ എന്തുവാ വാ തുറന്നാൽ ഉടനെ അവരെ അനുഗ്രഹിക്കുക ചെയ്യുന്നേ? I said, "Curse the people." ശപിക്കുക അവരെ. And Balaam starts to understand what's happening. എന്താ സംഭവിക്കുന്നതെന്ന് രാജാവിനോട് മനസ്സിലാകാനായിട്ട് തുടങ്ങി. He says, "If God has blessed them, I cannot curse them." അവിടെ പറയുകയാണ്, ദൈവം അനുഗ്രഹിച്ചവനെ എനിക്ക് ശപിക്കാനായിട്ട് ഒക്കത്തില്ല. It does not matter what I say. ഞാൻ എന്ത് പറയണമെന്ന് വിചാരിച്ച് വാ തുറന്നാലും അത് അനുഗ്രഹമായിട്ടാണ് വരുന്നത് എൻ്റെ വായിൽ If നിന്ന്. God has blessed them, I cannot curse them. ദൈവം അനുഗ്രഹിച്ച ഒരു ജാതിയെ എനിക്ക് ശപിക്കാൻ നിർവാഹമില്ല, എന്നെ കൊണ്ട് ശപിക്കാൻ ഒക്കത്തില്ല. What has God said to us through Jesus? യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം എന്താ? He said, "You are blessed with every blessing from heaven." സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. Because of God's love. അവൻ നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. And he's given it to us through Jesus. യേശു ക്രിസ്തുവിലൂടെ സകല അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകിയിരിക്കുക. If we take Jesus away, യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞാൽ, there must be faithfulness from us. യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നാം വിശ്വസ്തരായിരിക്കണം, അല്ലെങ്കിൽ അത് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. That will not work. കാരണം നമുക്കൊരിക്കലും വിശ്വസ്തരായിരിക്കാൻ ഒക്കത്തില്ല. I will trust in Jesus instead. അതിനേക്കാൾ ഏറ്റവും നല്ല എന്തുവാ? യേശുവിനോടുകൂടെ ചേർന്ന് നിന്ന് നമ്മുടെ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും നാം പാത്രീഭൂതരായി തീരുക വേണ്ടേ. Now, as we find in the story of Balaam, ബിലയാമിന്റെ ഈ സംഭവ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്, the king takes him up on a hill or maybe a mountain. നോക്കുക, അവനെ ഒരു പർവ്വത ശിഖരങ്ങളിലേക്ക് അവനെ കൊണ്ടുപോകുക. And from where Balaam is looking over the nation of Israel, അവിടെ നിന്ന് ബിലയാം നോക്കുകയാണ്, ഇസ്രായേൽ ജനങ്ങളെ നോക്കി പാർക്കുകയാണ്. he can see their camp in the wilderness. ഇതാ മരുഭൂമിയിൽ പാളയം അടിച്ചു കിടക്കുന്ന ഇസ്രായേൽ ജനങ്ങളെ ബിലയാം കാണുകയാണ്. And if we read other parts of the Old Testament, പഴയ നിയമത്തിന്റെ മറ്റു ഭാഗങ്ങളും കൂടെ നാം പഠിച്ചു കഴിഞ്ഞാൽ we read about how the camp was set up. ഇസ്രായേൽ ജനങ്ങളുടെ കൂടാരങ്ങൾ അവരെങ്ങനെയാണ് ഗോത്രമായി പാർത്തിരുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. Maybe you will remember. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. The tabernacle is in the middle. അതാ ഇസ്രായേൽ ജനങ്ങൾ കൂടാരമടിക്കുന്നതിന്റെ നടുവിലായിരിക്കും ദൈവത്തിന്റെ സമാഗമന കൂടാരം സ്ഥാപിക്കുന്നത്. We talked about that this morning. ഇന്ന് രാവിലെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. The place where the priest would go. അവിടെയാണ് പുരോഹിതന്മാർ കടന്നു ചെന്ന് ശുശ്രൂഷ അർപ്പിക്കുന്നത്. To offer the sacrifices. ജനത്തിനു വേണ്ടിയുള്ള യാഗങ്ങൾ അവിടെ അർപ്പിക്കുന്നു. On behalf of the people. Yeah. So the tabernacle is in the middle. ജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ സമാഗമന കൂടാരം നമുക്ക് കാണാം. And then there's a portion in the Bible where you read about how many people were from each group in Israel.
ഇസ്രായേൽ ജനത്തിൽ നിന്ന് ഓരോ ഗോത്രത്തിലും എത്ര പേര് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. They would say these groups of people were on the north. അതായത് ഇത്രയും ജനം വടക്ക് ഭാഗത്ത് പാർക്കണം, These groups on the east, these groups on the west, and these groups on the south. ഇത്ര ഗോത്രങ്ങൾ തെക്ക് വശത്ത്, ഇത്ര ഗോത്രങ്ങളെ കിഴക്ക് വശത്ത്, ഇത്ര ഗോത്രങ്ങളെ പടിഞ്ഞാറ് വശത്ത്, ഓരോ ഭാഗത്തും പാർക്കേണ്ട ഗോത്രങ്ങൾ ഏതെന്ന് ദൈവം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. And the tabernacle in the middle. അതിന്റെ നടുവിലാണ് ദൈവത്തിന്റെ സമാഗമന കൂടാരം സ്ഥാപിച്ചിരിക്കുന്നത്. Watch my hand again. ശ്രദ്ധിക്കുക. On one side, there were a smaller amount of people. ഒരു ഭാഗത്ത് ഒരു ഗോത്രക്കാർ. On these two sides, മറ്റ് രണ്ട് ഭാഗത്തും there were about the same amount of people. അതേ രീതിയിലുള്ള ഗോത്രക്കാർ, അതേ എണ്ണം അനുസരിച്ച്. And on the bottom side, അടിയിലും there was more people. The group was bigger. അവിടെ കുറേയും കൂടെ ജനം കൂടുതലുണ്ട്. Small group, ചെറിയൊരു ഗ്രൂപ്പ് അവിടെ വടക്ക് വശത്ത്, two bigger groups, രണ്ട് വശത്തായിട്ട് അതിനേക്കാൾ കുറച്ചുകൂടെ അധികം സംഖ്യയുള്ളവര്, and an even bigger group. ഏറ്റവും താഴെ ഏറ്റവും അധികം ഗോത്രങ്ങൾ. Let me do it like this instead. What did you see? The cross. ക്രൂശ് രൂപത്തിലായിരുന്നു ഇസ്രായേൽ ജനങ്ങൾ ഉയർന്നു നോക്കിയാൽ കാണുന്നത് ഇങ്ങനെ പാളയമടിച്ച് കിടക്കുന്നതാ. So Balaam is looking at the tents of Israel. ഇവിടെ ഇതാ ഒരു പർവ്വതമുകളിൽ നിന്ന് ബിലെയാം എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ ജനങ്ങളെ നോക്കിക്കാണുകയാണ്. And he can see a shape of the cross. അവർ കാണുന്നതെന്ന് അറിയാമോ? ഒരു ക്രൂശിന്റെ രൂപത്തിൽ ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ പാളയമടിച്ച് താമസിക്കുന്നതാ കാണുന്നത്. He maybe did not understand at that time. ആ സമയത്ത് ഒരുപക്ഷെ ബിലെയാമിനത് മനസ്സിലായില്ലായിരിക്കാം. But we take Jesus even to the book of Numbers. എന്നാൽ ക്രൂശീകരണം കഴിഞ്ഞ ശേഷം യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ മനസ്സിലാക്കിയ നാം ആ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ പാളയമടിച്ച് കിടന്നതും ഇതേ രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. And we find that he was there even in the wilderness. നോക്കുക, മരുഭൂമിയിൽ ഇസ്രായേൽ ജനങ്ങൾ പാളയമടിച്ച് പാർത്തിരുന്നതും ക്രൂശിന്റെ അതേ അടയാളത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. Balaam says, I cannot curse them if God has blessed them. ശ്രദ്ധിക്കുക. എന്നിട്ട് ബിലെയാം പറയാണ്, ദൈവം അനുഗ്രഹിച്ച ഒരു ജാതിയെ എനിക്ക് ശപിക്കാനായിട്ടൊക്കത്തില്ല. How much more because of Jesus? അങ്ങനെയാണെങ്കിൽ ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മെ ശപിക്കാൻ ആരെ കൊണ്ട് കഴിയും? ആരുടെ ശാപം നമ്മുടെ മേലേക്കും? So we don't have to worry, does somebody have special power over us? അതുകൊണ്ട് ആരെങ്കിലും പറയുകയാണ് നിന്നെ നശിപ്പിക്കാനുള്ള ശക്തി എനിക്കുണ്ട്, നിന്നെ ഭസ്മാക്കി കളയും, നോക്കിക്കോ നിന്നെ ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ നീ എന്തിനാ പേടിക്കുന്നേ? കാരണം എന്തുവാ? യേശു ക്രിസ്തുവിലൂടെയുള്ള സകല സംരക്ഷണവും സൂക്ഷിപ്പും അനുഗ്രഹവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പഴയ നിയമ ഇസ്രായേലിനെ ശപിക്കാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മക്കളാകുന്ന പുതിയ നിയമ സഭയെ ശപിക്കാൻ ആരെ കൊണ്ടും സാധിക്കത്തില്ല. We have the name of Jesus. യേശുവിൻ്റെ നാമം നമുക്ക് വേണ്ടിയുണ്ട്. We have his power to work in us. അവൻ്റെ ശക്തി അവൻ നമുക്ക് തന്നിട്ടുണ്ട്. What God has blessed will not be cursed. ഒരു കാര്യം പറയാം, ദൈവം അനുഗ്രഹിച്ചവനെ ശപിക്കാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. Because Jesus is faithful. കാരണം ദൈവം യേശു വിശ്വസ്തനായി നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. Amen. Amen.